ഇരിക്കുന്ന വിളി, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഏറ്റവും വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ നിൽക്കുവാനിടയായി തീർന്നാൽ ദൈവം നമ്മെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ചെയ്തെടുപ്പിക്കുവാനിടയായി തീരും. സ്തോത്രം. നാം പ്രയോജനമുള്ളവരായി തീരുന്നു എന്ന് ശത്രു കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പല തടസ്സങ്ങളും കടന്നു വരുന്നത്. നാം ദൈവത്തിന് പ്രയോജനമില്ലാത്തവരാണെങ്കിൽ ഒരു തടസ്സവും ഉണ്ടാവത്തില്ല. പ്രൈസ് ഗോഡ്. നെഹമ്യാവിനോട് ചോദിച്ചാൽ നെഹമ്യാവ് പറയും, എന്നെ ഭരമേൽപ്പിച്ച ഒരു വേലയുണ്ട്. വ്യക്തമായിട്ട് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചതുപോലെ തന്നെ ഒരു വേല എന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തോടെ സ്റ്റെപ്പ് വെച്ച നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റ ചരിത്രം നമുക്കറിയാം. അതുവരെയും ഇതൊക്കെ മറഞ്ഞു കിടന്ന ശക്തികളാണെങ്കിലും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് മറഞ്ഞു കിടന്ന ശക്തികളെതിരായിട്ട് പൊങ്ങുവാനിടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകൾ വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ നാം ഒന്നുകൊണ്ടും ഭാരപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചത് നമ്മെ കൊണ്ട് തന്നെ പൂർത്തീകരിക്കത്തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പല പദ്ധതികൾ അവരൊരുക്കും, ഇല്ലേ? സ്തോത്രം. സൻബല്ലത്തും തോബിയാവും ഗേശേമും എല്ലാം കൂടെ ചേർന്ന് മതിലിൻ്റെ പണിയൊക്കെ പൂർത്തിയായി വരുന്നുവെന്ന് കണ്ടപ്പോൾ അവരൊരു അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പോൾ ആ മീറ്റിങ്ങിലേക്ക് ആരെ വിളിച്ചു? നെഹമ്യാവിനെ വിളിച്ചു. എന്തിനാ? അത് ദോഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷേ നെഹമ്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ വേലയാണ്. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, സ്തോത്രം, അത് വിട്ടിട്ട് എനിക്ക് വരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിന്നാൽ, ഞാൻ പറയട്ടെ, സ്തോത്രം, ശത്രു ഒരുക്കുന്ന ഒരു കണിയിലും ഒരു ചതിയിലും പെടാതവണ്ണം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അനുവദിക്കാത്ത ഒരിടത്തേക്കും പോകുവാൻ നമ്മുടെ കാലുകൾ വെക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ.